സാമുവൽ വാസ് എ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് വർക്ക്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. സാമുവൽ ഒരു ശിശുരോഗ വിദഗ്ധനായിരുന്നു. ആൻഡ് വർക്ക്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഒരു ആശുപത്രിയിൽ ആയിരുന്നു. ഇൻ ദി ഈവനിങ്. വൈകുന്നേരം. ഹി ഓൾസോ റാൻ എ സ്മോൾ ക്ലിനിക്. റാൻ എന്നാൽ നടത്തിയിരുന്നു എന്നുള്ള അർത്ഥം. ഹി ഓൾസോ റാൻ എ സ്മോൾ ക്ലിനിക്. അദ്ദേഹം ഒരു ചെറിയ ക്ലിനിക്കും നടത്തിയിരുന്നു. ദർ. അവിടെ. ഹി ട്രീറ്റഡ്. അദ്ദേഹം ചികിത്സിച്ചിരുന്നു പുവർ ചിൽഡ്രൻ. പാവപ്പെട്ട കുട്ടികളെ വിത്തൗട്ട് ടേക്കിംഗ് എനി ഫീ. ഒരു പണവും മേടിക്കാതെ, ഫീയും മേടിക്കാതെ അദ്ദേഹം പാവപ്പെട്ട കുട്ടികളെ അവിടെ ചികിത്സിച്ചിരുന്നു. ഹി വാസ് എ കൈൻഡ് മാൻ. അദ്ദേഹം ഒരു ദയാലുവായ വ്യക്തിയായിരുന്നു. ആൻഡ് ലവ്ഡ് ഹെൽപ്പിംഗ് പീപ്പിൾ. പീപ്പിൾ എന്നാൽ ജനങ്ങൾ. ജനങ്ങളെ സഹായിക്കുന്നത് അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു ദയാലുവായിരുന്നു. അദ്ദേഹം പാവപ്പെട്ട കുട്ടികളെ അവിടെ ഒരു പണവും മേടിക്കാതെ അദ്ദേഹം ചികിത്സിച്ചിരുന്നു. ഹി ലിവ്ഡ്. അദ്ദേഹം ജീവിച്ചിരുന്നത് വിത്ത് ഹിസ് വൈഫ് കാതറിൻ ആൻഡ് ദെയർ 2 ചിൽഡ്രൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ കാതറിൻ്റെയും അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളുടെയും കൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ജോൺ ആൻഡ് ജൂലി. ജോണും ജൂലിയയുമാണ് കുട്ടികൾ. ജോൺ വാസ് ഇൻ ഗ്രേഡ് 5 ആൻഡ് വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ ലൈക്ക് ഹിസ് ഫാദർ. ജോൺ വാസ് ഇൻ ഗ്രേഡ് 5. ജോൺ 5ാം തരം വിദ്യാർത്ഥിയായിരുന്നു. ആൻഡ് വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ ലൈക്ക് ഹിസ് ഫാദർ. ലൈക്ക് ഹിസ് ഫാദർ എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ പോലെ. ബിക്കം എന്നാൽ ആയിത്തീരുക. ജോണിന് അവൻ്റെ അച്ഛനെ പോലെ ഒരു ഡോക്ടർ ആയിത്തീരാനായിരുന്നു ആഗ്രഹം. ഹി ഓൾസോ വാണ്ടഡ് ടു ഹെൽപ്പ് പുവർ പീപ്പിൾ. അവനും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കണമായിരുന്നു. അവൻ അങ്ങനെ സഹായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ജൂലി വാസ് ഇൻ ഗ്രേഡ് 3. ജൂലി 3ാം തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു. ഷീ വാസ് വെരി ഗുഡ് അറ്റ് ഹെർ സ്റ്റഡീസ്. അവൾ അവളുടെ പഠനത്തിൽ വളരെ കഴിവുള്ള വ്യക്തിയായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഷീ ലവ് പെയിൻറ്റിങ് ഇൻ ഹെർ ഫ്രീ ടൈം. പെയിൻറ്റിങ് എന്നാൽ ചിത്രമെഴുത്ത്. അവൾ ചിത്രമെഴുത്ത് ഇഷ്ടപ്പെട്ടിരുന്നു. അവളുടെ ഒഴിവു സമയങ്ങളിൽ അവൾ ചിത്രമെഴുത്ത് ഇഷ്ടപ്പെട്ടിരുന്നു. ഷീ വാണ്ടഡ് ടു ബിക്കം എ പെയിൻറ്റർ. അവൾ ഒരു ചിത്രകാരനായിരിക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്നു. ജോൺ ഹാഡ് വൺ ഫിയർ. ഫിയർ എന്നാൽ ഭയം എന്നുള്ള അർത്ഥമാണ്. ജോണിന് ഉണ്ടായിരുന്നു വൺ ഫിയർ. ജോണിന് ഒരു ഭയം ഉണ്ടായിരുന്നു. ഹി വാസ് വെരി സ്കെയർഡ് ഓഫ് ഡോഗ്സ്. സ്കെയർ എന്നാൽ ഭയമുള്ള എന്നുള്ള അർത്ഥമാണ്. അവന് നായകളെ വളരെയധികം ഭയമായിരുന്നു. അവൻ നായകളെ ഭയപ്പെട്ടിരുന്നു. ഹി വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്. അഫ്രൈഡ് എന്നാൽ ഭയമുള്ള എന്നുള്ള അർത്ഥം, പേടിയുള്ള. ഹി വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്. അവന് ഇരുട്ടിനെ ഭയമില്ലായിരുന്നു. ഈവൻ വെൻ ഹി വാസ് 6 years ഓൾഡ്. അവന് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ പോലും. വെൻ എന്നാൽ ആ സമയത്ത്. ഈവൻ വെൻ എന്നാൽ ആ സമയത്ത് പോലും. ഹി കുഡ് ഗോ ടു ദ കിച്ചൺ. അവൻ അടുക്കളയിലേക്ക് പോകുമായിരുന്നു. അലോൺ അറ്റ് നൈറ്റ് വെൻ ഹി ഫെൽറ്റ് തേഴ്സ്റ്റി. അലോൺ എന്നാൽ തനിച്ച്. തേഴ്സ്റ്റി എന്നാൽ ദാഹമുള്ള. വെൻ ഹി ഫെൽറ്റ് തേഴ്സ്റ്റി. അവന് ദാഹം തോന്നിയിരുന്ന സമയത്ത്. അവന് അടുക്കളയിലേക്ക് രാത്രി തനിച്ചു പോകുമായിരുന്നു. അവന് ദാഹം അനുഭവപ്പെടുന്ന സമയത്ത്. ബട്ട് എന്നാൽ ഹി വാസ് വെരി സ്കെയർഡ് ഓഫ് ഡോഗ്സ്. എന്നാൽ അവന് നായകളെ വളരെയധികം ഭയമായിരുന്നു. സാമുവൽ ആൻഡ് കാതറിൻ. സാമുവലും കാതറിനും ഓഫൺ ടോൾഡ് ഹിം. അവനോട് പലപ്പോഴും പറഞ്ഞിരുന്നു, ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു, ദാറ്റ് ഡോഗ്സ് ഡു നോട്ട് ഹാം. ഹാം എന്നാൽ ദ്രോഹിക്കുക എന്നുള്ള അർത്ഥമാണ്. സാമുവലും കാതറിനും അവനോട് ഇടയ്ക്കിടെ പറയുമായിരുന്നു, നായകൾ ദ്രോഹിക്കുകയില്ലെന്ന്. ബട്ട് എന്നാൽ ജോൺ സ്റ്റിൽ കുഡ് നോട്ട് ഗെറ്റ് റിഡ് ഓഫ് ഹിസ് ഫിയർ. ഗെറ്റ് റിഡ് ഓഫ് എന്നാൽ ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ്, സ്വതന്ത്രനാവുക. കാതറിനും സാമുവലും ഇടയ്ക്കിടെ അങ്ങനെ പറഞ്ഞിട്ടും, നായകൾ ദ്രോഹിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടും, ജോണിന് അവൻ്റെ ഭയത്തെ ഒഴിവാക്കാൻ സാധിച്ചില്ല. വൺ ആഫ്റ്റർനൂൺ. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ്
ജോൺ വാസ് വാക്കിംഗ് ഹോം ഫ്രം സ്കൂൾ. ജോൺ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. ജൂലി വാസ് ആബ്സെൻറ്റ് ദാറ്റ് ഡേ ബിക്കോസ് ഷീ ഹാഡ് എ ഫീവർ. ആബ്സെൻ്റ് എന്നാൽ അവധിയിലായിരിക്കുക. ജോലി ആ ദിവസം അവധിയിലായിരുന്നു, സ്കൂളിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ബിക്കോസ് കാരണം, ഷീ ഹാഡ് എ ഫീവർ. ഫീവർ എന്നാൽ പനി, അവൾക്ക് പനി ഉണ്ടായിരുന്നു. ആയതുകൊണ്ട് അവൾ അന്ന് അസന്നിഹിതയായിരുന്നു. ആസ് ഹി വോക്ഡ്, അവൻ നടക്കുന്ന സമയത്ത്, അതിനിടയിൽ എ സ്ട്രേ ഡോഗ്, ഒരു തെരുവ് നായ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നായ, സ്റ്റാർട്ടഡ് ചേസിങ് ഹിം, അവനെ വിരട്ടിയോടിക്കാൻ ആരംഭിച്ചു, അവനെ പിന്തുടരാൻ ആരംഭിച്ചു. ഓ നോ, ഹീസ് ചേസിങ് മീ, അവൻ എന്നെ പിന്തുടരുന്നു, ആ നായ എന്നെ പിന്തുടരുന്നു. ജോൺ തോട്ട്, ജോൺ മനസ്സിൽ വിചാരിച്ചു. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫാസ്റ്റർ. ഫാസ്റ്റർ എന്നാൽ വേഗത്തിൽ. അങ്ങനെ അത് ചിന്തിച്ച് അവൻ വേഗത്തിൽ നടക്കാൻ ആരംഭിച്ചു. ദ ഡോഗ് ബാർക്ക്ഡ് ആൻഡ് കെയിം ക്ലോസർ. ബാർക്ക് എന്നാൽ കുരയ്ക്കുക, കെയിം ക്ലോസർ എന്നാൽ അടുത്തു വന്നു. ദ ഡോഗ് ബാർക്ക്ഡ് ആൻഡ് കെയിം ക്ലോസർ. ആ നായ കുരച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. ഹി വാണ്ട്സ് ടു ബൈറ്റ് മീ, അവന് എന്നെ കടിക്കണം. ബൈറ്റ് എന്നാൽ കടിക്കുക. ഓ മൈ ലെഗ്, എൻ്റെ കാൽ. ജോൺ ഷിവേർഡ് ഇൻ ഫിയർ. ഷിവർ എന്നാൽ വിറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. ഷിവേർഡ് എന്നാൽ വിറച്ചു. ജോണ് മനസ്സിൽ വിചാരിച്ചു, ആ നായക്ക് എന്നെ കടിക്കണം, എൻ്റെ കാല്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ വിറച്ചു, അവൻ പേടികൊണ്ട് വിറച്ചു. ജോൺ ഷിവേർഡ് ഇൻ ഫിയർ, ഭയം കൊണ്ട് ജോൺ വിറച്ചു. ജസ്റ്റ് ദെൻ, വൈകാതെ, ദ ഡോഗ് ടേൺ ഡൗൺ എ സൈഡ് സ്ട്രീറ്റ്. ടേൺ ഡൗൺ എ സൈഡ് സ്ട്രീറ്റ്, ഇതിനർത്ഥം ഒരു ചെറുവഴിയിലേക്ക് തിരിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. അപ്പോഴേക്കും നായ ഒരു ചെറുവഴിയിലേക്ക് തിരിഞ്ഞു. താങ്ക് ഗോഡ്, ദൈവമേ നന്ദി. ജോൺ വിസ്പേർഡ്, ജോൺ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു. ജോൺ വിസ്പർ എന്നാൽ മന്ത്രിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ജോൺ വിസ്പേർഡ്, ജോൺ ചെറിയ ശബ്ദത്തിൽ പറഞ്ഞു. ഓ ദൈവമേ നന്ദി. ഫീലിംഗ് റിലീവ്ഡ്, ജോണിന് ആശ്വാസമായി. ഫീലിംഗ് റിലീവ്ഡ്. ഹി ടുക്ക് എ ഡീപ്പ് ബ്രത്ത്. ബ്രത്ത് എന്നാൽ ശ്വാസം എന്നുള്ള അർത്ഥമാണ്. ഹി ടുക്ക് എ ഡീപ്പ് ബ്രത്ത്, അവൻ ഒരു ആഴത്തിലുള്ള ഒരു ദീർഘശ്വാസം എടുത്തു. ആൻഡ് ഹറീഡ് ഹോം, എന്നിട്ട് അവൻ ധൃതിയിൽ വേഗത്തിൽ വീട്ടിലേക്ക് പോയി. അവൻ ഒരു ദീർഘശ്വാസം എടുത്തു, അവൻ വീട്ടിലേക്ക് പോയി. ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി, ദ ഫാമിലി, കുടുംബം, സാറ്റ് അറ്റ് ദ ഡൈനിങ് ടേബിൾ, അവൻ്റെ കുടുംബം ഊണുമേശയിൽ ഇരുന്നു. സാറ്റ് എന്നാൽ ഇരുന്നു. ഊണുമേശയുടെ അടുത്ത് അവൻ്റെ കുടുംബം ഇരുന്നു. ജോൺ പുട്ട് ഹിസ് സ്പൂൺ ഡൗൺ, അവൻ അവൻ്റെ സ്പൂൺ താഴെ വെച്ചു. സ്പൂൺ ഡൗൺ എന്നാൽ താഴെ വയ്ക്കുക എന്നുള്ള അർത്ഥം. അവൻ അവൻ്റെ സ്പൂൺ മേശപ്പുറത്ത് വച്ചു. ഹി ടുക്ക് എ സിപ്പ് ഓഫ് വാട്ടർ ആൻഡ് സെഡ്, അവൻ അല്പം വെള്ളം കുടിച്ചു. ആൻഡ് സെഡ്, വെള്ളം കുടിച്ച് അവൻ പറഞ്ഞു. ഡാഡ്, അച്ഛാ, എ ഡോഗ് ചേസ്ഡ് മീ ടുഡേ, ഇന്ന് എന്നെ ഒരു നായ പിന്തുടർന്നു. വൈൽ ഐ വാസ് കമ്മിങ് ഫ്രം സ്കൂൾ. വൈൽ എന്നാൽ അതിനിടയിൽ, ഞാൻ സ്കൂളിൽ നിന്നും വരുന്നതിനിടയിൽ ഒരു നായ എന്നെ ഇന്ന് പിന്തുടർന്നു. കാതറിൻ സ്മൈൽഡ് ക്വയറ്റ്ലി. ക്വയറ്റ്ലി എന്നാൽ മൗനമായി എന്നുള്ള അർത്ഥം. നിശബ്ദമായിക്കൊണ്ട് കാതറിൻ പുഞ്ചിരിച്ചു. ആൻഡ് ജൂലി ഗിഗിൾഡ്. ഗിഗിൾ എന്നാൽ കുണുങ്ങിച്ചിരിക്കുക എന്നുള്ള അർത്ഥം. ആൻഡ് ജൂലി ഗിഗിൾഡ്, ജൂലി കിണുങ്ങിച്ചിരിച്ചു, അടക്കി ചിരിച്ചു. ആൻഡ് ടുക്ക് ഹർ ഫേവറേറ്റ് സ്പെഗട്ടി. സ്പെഗട്ടി എന്നാൽ അർത്ഥം ഒരു തരം ഇറ്റാലിയൻ പലഹാരം എന്നുള്ള അർത്ഥം. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പലഹാരം അവൾ കഴിച്ചു. അവൾ ആ പലഹാരം എടുത്തു. ജൂലി കിണുങ്ങിച്ചിരിച്ചു. കാതറിൻ നിശബ്ദമായിക്കൊണ്ട് പുഞ്ചിരിച്ചു. സാമുവൽ ചക്കിൾഡ്. ചക്കിൾ എന്നാൽ അർത്ഥം അമർത്തിച്ചിരിക്കുക എന്നുള്ള അർത്ഥമാണ്. സാമുവൽ ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചു. സാമുവൽ ചക്കിൾഡ്. മേ ബി ഇറ്റ് ജസ്റ്റ് വാണ്ടഡ് സം ഫുഡ് ഓർ വാട്ടർ. മേ ബി ഒരു പക്ഷേ, ഇറ്റ് ജസ്റ്റ് വാണ്ടഡ് അതിന് ആ നായക്ക് വേണമായിരുന്നു, സം ഫുഡ് ഓർ വാട്ടർ അല്പം വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം, ഇത് എന്തെങ്കിലും ആ നായക്ക് ഒരു പക്ഷേ വേണമായിരിക്കും. ഹി സെഡ് അവൻ പറഞ്ഞു. സാമുവൽ പറഞ്ഞു. ജോൺ നോഡഡ് ജോൺ തലയാട്ടി. ടേക്കിംഗ് അനദർ ബൈറ്റ് ആ പലഹാരം മറ്റൊരു കടി കടിച്ചുകൊണ്ട് ജോൺ തലയാട്ടി. ഓ യെസ്
ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ്. ഇറ്റ് കെയിം ആഫ്റ്റർ മീ. ആഫ്റ്റർ മീ എന്നാൽ എന്നെ എൻ്റെ പിന്നിൽ എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ആ നായ എന്നെ പിന്തുടർന്നത് ജോൺ പറഞ്ഞു. ജൂലി സ്പോക്ക്. ജൂലി സംസാരിച്ചു. ജൂലി പറഞ്ഞു, ഐ വിഷ് വി കുഡ് ഹാവ് എ പെറ്റ് ഡോഗ്. ഐ വിഷ് എന്നാൽ ഞാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള അർത്ഥമാണ്. വി കുഡ് ഹാവ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, എ പെറ്റ് ഡോഗ് നമുക്കൊരു വളർത്തുനായ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു, അതാണ് അർത്ഥം. ഐ വിഷ് വി കുഡ് ഹാവ് എ പെറ്റ് ഡോഗ് നമുക്കൊരു വളർത്തുനായ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു, ജൂലി പറഞ്ഞു. സാമുവൽ ഗ്ലാൻസ് അറ്റ് ഹെർ ആൻഡ് ദെൻ അറ്റ് ജോൺ. ഗ്ലാൻസ് എന്നാൽ കണ്ണോടിക്കുക എന്നുള്ള അർത്ഥമാണ്, നോക്കുക. സാമുവൽ അവളെ നോക്കി, പിന്നീട് ജോണിനെയും നോക്കി. യു നോ നിനക്കറിയുമോ, യുവർ ബ്രദർ ഈസ് എ ലിറ്റിൽ കവേർഡ്. കവേർഡ് എന്നാൽ അർത്ഥം ഭീരു എന്നുള്ള അർത്ഥമാണ്. നിനക്കറിയുമോ നിൻ്റെ സഹോദരൻ ഒരു ഭീരുവാണ്. ഹി ടീസ്ഡ് സ്മൈലിംഗ്. ടീസ് എന്നാൽ പരിഹസിക്കുക എന്നുള്ള അർത്ഥമാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പരിഹസിച്ചു, ഇത് പറഞ്ഞുകൊണ്ട്. നിനക്കറിയാം നിൻ്റെ സഹോദരൻ ഒരു ചെറിയ ഭീരുവാണെന്ന്. ഐ ആം നോട്ട് എ കവേർഡ് ഡാഡ്. ഞാൻ ഒരു ഭീരുവല്ല അച്ഛ. ജോൺ പ്രൊട്ടസ്റ്റഡ്. ജോൺ എതിർത്തു. ജോൺ പ്രതിഷേധിച്ചു. ഞാൻ ഒരു ഭീരുവല്ല അച്ഛ. ഹിസ് ചീക്സ്. ചീക്സ് എന്നാൽ കവിളുകൾ എന്നുള്ള അർത്ഥം. ഹിസ് ചീക്സ് അവൻ്റെ കവിളുകൾ. ടേൺഡ് റെഡ് അവൻ്റെ കവിളുകൾ ചുവന്നു തുടുത്തു. ദേഷ്യം കൊണ്ട് അവൻ്റെ കവിളുകൾ ചുവന്നു തുടുത്തു. ജൂലി ആൻഡ് കാതറിൻ ഹിഡ് ദെയർ സ്മൈൽസ്. ഹൈഡ് എന്നാൽ ഒളിപ്പിക്കുക, ഹിഡ് എന്നാൽ ഒളിപ്പിച്ചു. ജൂലിയും കാതറിനും അവരുടെ പുഞ്ചിരികൾ ഒളിപ്പിച്ചു വച്ചു. സാമുവൽ പാറ്റഡ് ജോൺസ് ഷോൾഡർ. പാറ്റ് എന്നാൽ അർത്ഥം സ്നേഹത്തോടെ തലോടുക എന്നുള്ള അർത്ഥമാണ്. സാമുവൽ ജോണിൻ്റെ തോളിൽ സ്നേഹത്തോടെ തലോടി. സൺ മകനെ. ഐ ആം ജസ്റ്റ് ജോക്കിംഗ് ഞാൻ കേവലം തമാശ പറഞ്ഞതാണ്. ജോൺ ബിഗാൻ ഈറ്റിംഗ് അഗെയിൻ. ജോൺ വീണ്ടും ഭക്ഷിക്കാൻ ആരംഭിച്ചു. അഗെയിൻ എന്നാൽ വീണ്ടും, ബിഗാൻ എന്നാൽ തുടങ്ങി. ജോൺ വീണ്ടും കഴിക്കാൻ തുടങ്ങി. ഹിസ് ചീക്സ് സ്റ്റിൽ റെഡ്. അപ്പോഴും അത് പറഞ്ഞെങ്കിലും അവൻ്റെ കവിളുകൾ ചുവന്നിരുന്നു. വൺ സൺഡേ ഈവനിങ്. ഒരു ദിവസം ഞായറാഴ്ച വൈകുന്നേരം. ജോൺ വെൻറ്റ്. ജോൺ പോയി ടു ഹിസ് ഫ്രണ്ട് മൈക്സ് ഹൗസ്. ഒരു ദിവസം ഞായറാഴ്ച വൈകുന്നേരം ജോൺ അവൻ്റെ സുഹൃത്തായിട്ടുള്ള മൈക്കിൻ്റെ വീട്ടിലേക്ക് പോയി. ഹേയ് ജോൺ. മൈക്ക് ഗ്രീറ്റഡ് ഹിം വിത്ത് എ സ്മൈൽ. ഗ്രീറ്റ് എന്നാൽ അഭിവന്ദനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ജോൺ എന്ന് വിളിച്ചുകൊണ്ട് മൈക്ക് അവനെ അഭിവന്ദനം ചെയ്തു. ഒരു പുഞ്ചിരിയോടെ അവനെ അഭിവന്ദനം ചെയ്തു. മൈക്ക് ഗ്രീറ്റഡ് ഹിം വിത്ത് എ സ്മൈൽ. ഹായ് മൈക്ക്, ജോൺ റിപ്ലൈഡ്. ജോൺ മറുപടി പറഞ്ഞു. ഐ വിൽ ഗെറ്റ് സംതിങ് ടു ഈറ്റ് വിത്ത് ടീ. ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും ഞാൻ നമുക്കായി കൊണ്ടുവരാം. മൈക്ക് സെഡ് ആൻഡ് വെൻറ്റ് ടു ദ കിച്ചൺ. അത് പറഞ്ഞുകൊണ്ട് മൈക്ക് അടുക്കളയിലേക്ക് പോയി. ജോൺ സെറ്റിൽഡ് ഓൺ ദ സോഫ. സെറ്റിൽ എന്നാൽ ഇവിടെ ഇരിക്കുക എന്നുള്ള അർത്ഥമാണ്. ജോൺ സോഫയിൽ ഇരുന്നു. വാച്ചിങ് എ മൂവി ഒരു സിനിമ കണ്ടുകൊണ്ട് മൈക്ക് ഹാഡ് ബീൻ സീയിങ്. മൈക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന, അതാണ് അർത്ഥം. മൈക്ക് ഹാഡ് ബീൻ സീയിങ്. മൈക്ക് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു സിനിമ കണ്ടുകൊണ്ട് ജോൺ സോഫയിൽ ഇരുന്നു. ജസ്റ്റ് ദെൻ വൈകാതെ താമസിയാതെ എ ഡോഗ് എൻറ്റേർഡ് ദ ലോഞ്ച്. ഉടനെ തന്നെ ഒരു നായ ആ ലോഞ്ചിലേക്ക് പ്രവേശിച്ചു. ലോഞ്ച് എന്നാൽ വിശ്രമമുറി എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ സ്വീകരണമുറി. ഒരു കെട്ടിടത്തിലെ വിശ്രമമുറി, ഇതൊക്കെയാണ് അർത്ഥം. ആ സ്വീകരണ മുറിയിലേക്ക് ഒരു നായ പ്രവേശിച്ചു. ഇറ്റ്സ് ഐസ് അതിൻ്റെ കണ്ണുകൾ വേർ റെഡ് അതിൻ്റെ കണ്ണുകൾ ചുവപ്പ് നിറമായിരുന്നു. അതിൻ്റെ കണ്ണുകൾക്ക് ചുവപ്പ് നിറമായിരുന്നു. ആൻഡ് ഇറ്റ്സ് ടങ് എന്നാൽ നാവ്. അതിൻ്റെ നാവ് വാസ് ഹാങ്ങിങ് ഔട്ട്. ഹാങ്ങിങ് ഔട്ട് എന്നാൽ പുറത്തേക്ക് തൂക്കിയിട്ട നിലയിൽ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ നാവ് പുറത്തേക്ക് തൂക്കിയിട്ട നിലയിലായിരുന്നു. അതിൻ്റെ കണ്ണുകൾക്ക് ചുവപ്പ് നിറമായിരുന്നു. ഓ ഗോഡ് ദൈവമേ. ജോൺ ഷിവേർഡ് ആൻഡ് ക്ലൈംബ്ഡ് ഓൺ ടു ദ സോഫ. ജോൺ ഷിവേർഡ് ജോൺ വിറച്ചു. ആൻഡ് ക്ലൈംബ്ഡ് ഓൺ ടു ദ സോഫ
ക്ലൈംബ് എന്നാൽ കയറുക എന്നുള്ള അർത്ഥം. ജോൺ സോഫയിലേക്ക് കയറി. ജോൺ വിറച്ചു. മൈക്ക് റിട്ടേൺഡ്. മൈക്ക് തിരിച്ചു വന്നു. വിത്ത് എ ട്രേ. ട്രേ എന്നാൽ തളിക. ഒരു തളികയുമായിട്ട് ജോൺ തിരിച്ചു വന്നു. ഹേയ്, വാട്ട്സ് റോങ്? എന്താണ് പ്രശ്നം? ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു. എന്താണ് പ്രശ്നം? സർപ്രൈസ്ഡ്. ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവൻ ചോദിച്ചു. സെറ്റിംഗ് ഇറ്റ് ഓൺ ദ ടേബിൾ. ആ തളിക മേശയ്ക്ക് മുകളിൽ, മേശപ്പുറത്ത് വച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്താണ് പ്രശ്നം? അവൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു. ഈസ് ഹി യുവേഴ്സ്? ഇത് നിൻ്റേതാണോ? യുവേഴ്സ് എന്നാൽ നിൻ്റേത്, നിങ്ങളുടേത്, ഇതൊക്കെയാണ് അർത്ഥം. ഈ നായ നിൻ്റേത് ആണോ? ജോൺ ആസ്ക്ഡ്, ഷിവറിങ്. ഭയപ്പെട്ടുകൊണ്ട്, വിറച്ചുകൊണ്ട് ജോൺ ചോദിച്ചു. മൈക്ക് ലാഫ്ഡ്. മൈക്ക് ചിരിച്ചു. നോ, അല്ല. ഹീസ് മൈ ബ്രദേഴ്സ്. അത് എൻ്റെ സഹോദരൻ്റേതാണ്. ആ നായ എൻ്റെ സഹോദരൻ്റേതാണ്. ബട്ട്, പക്ഷേ, വി ഓൾ ലവ് ഹിം. ഞങ്ങൾ എല്ലാവരെയും അവനെ സ്നേഹിക്കുന്നു. ഹി പാറ്റഡ്. അവൻ തലോടി. ദ ഡോഗ് ജെന്റ്ലി. സൗമ്യമായിക്കൊണ്ട്, സ്നേഹത്തോടെ അവൻ ആ നായയെ തലോടി. ജോൺ എഡ്ജ്ഡ് ബാക്ക്. ഇതിനർത്ഥം അവൻ പതുക്കെ പിന്നോട്ട് നീങ്ങി എന്നുള്ള അർത്ഥമാണ്. അവൻ പതുക്കെ പിന്നോട്ട് നീങ്ങി. ഹി വിൽ ബൈറ്റ് മീ. അവൻ എന്നെ കടിക്കും. ഡോൺ വറി. വിഷമിക്കേണ്ട. മൈക്ക് സെഡ്. മൈക്ക് പറഞ്ഞു. ഹി വോൺ ഹാം യു. അവൻ നിന്നെ ദ്രോഹിക്കുകയില്ല. അവൻ നിന്നെ അപായപ്പെടുത്തുകയില്ല. ഹി വോൺ ഹാം യു. ഹൗ ക്യാൻ യു ബി ഷുവർ? നിനക്ക് അത് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ സാധിക്കും? ജോൺ ആസ്ക്ഡ്. ജോൺ ചോദിച്ചു. ബിക്കോസ്. കാരണം. യു ആർ മൈ ഫ്രണ്ട്. നീ എൻ്റെ സുഹൃത്താണ്. മൈക്ക് സ്മൈൽഡ്. മൈക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജോൺ ലുക്ക്ഡ് അറ്റ് ദ ഡോഗ്. ജോൺ നായയെ നോക്കി. ഡസ് ദ ഡോഗ് നോ ദിസ്? ഇത് നായക്ക് അറിയുമോ? ഇതാണ് അർത്ഥം. ഡസ് ദ ഡോഗ് നോ ദിസ്? ഇത് നായക്ക് അറിയുമോ നീ എൻ്റെ സുഹൃത്താണെന്ന്? മൈക്ക് ബേസ്റ്റ് ഇൻ ടു ലാഫ്റ്റർ. ബേസ്റ്റ് ഇൻ ടു ലാഫ്റ്റർ എന്നാൽ പൊട്ടിച്ചിരിച്ചു എന്നുള്ള അർത്ഥമാണ്. മൈക്ക് പൊട്ടിച്ചിരിച്ചു. മേ ബി നോട്ട്. ആയിരിക്കാം, അല്ലായിരിക്കാം. ഹി കുഡ് ബെയർലി സ്റ്റോപ്പ് ലാഫിങ്. ബെയർലി എന്നാൽ അർത്ഥം കഷ്ടിച്ച് എന്നുള്ള അർത്ഥമാണ്. ഹി കുഡ് ബെയർലി സ്റ്റോപ്പ് ലാഫിങ്. അവന് അവൻ്റെ ചിരി അടക്കാൻ സാധിച്ചില്ല. കമോൺ, വരൂ ടിമി. ലെറ്റ്സ് ഗോ ഔട്ട്. ആ നായയെ വിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ലെറ്റ്സ് ഗോ ഔട്ട്. നമുക്ക് പുറത്തേക്ക് പോകാം. ഹി ഗ്രാബ്ഡ്. അവൻ പിടിച്ചു. ദ ഡോഗ് ബൈ ദ കോളർ. ആ നായയുടെ കോളറിൽ അവൻ പിടിച്ചു. ആൻഡ് ലെഡ് ഹിം ഔട്ട്സൈഡ്. എന്നിട്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുപോയി. ജോൺ ബ്രീത്ത്ഡ് ഔട്ട്. ജോൺ ശ്വാസം വിട്ടു. ഫീലിംഗ് സേഫ്. ആശ്വാസത്തോടെ ജോൺ ശ്വാസം വിട്ടു. അവൻ ആ നായയുടെ കോളറിൽ പിടിച്ച് മൈക്ക് അതിനെ പുറത്തേക്ക് കൊണ്ടുപോയി. സുരക്ഷിതനാണെന്ന് തോന്നിയപ്പോൾ ജോൺ ശ്വാസം വിട്ടു.